സ്നേഹം ആരോടാണെങ്കിലും അതെങ്ങനെയായിരിക്കണം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചേതൻ ഭഗത് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ലൈഫിൽ ഒരു കഥ പറഞ്ഞതാണ്. അദ്ദേഹം ഡിഗ്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഷെയർ ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അത്രത്തോളം പരിഗണിച്ചിരുന്ന മറ്റാരും ഉണ്ടാവില്ല. പക്ഷെ ജീവിതത്തിലെ ചില തിരക്കുകൾ കാരണം ആ പെൺകുട്ടിയെ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് പരിഗണിക്കാൻ സാധിക്കുന്നു. ഡിഗ്രി ഫൈനൽ ഇയർ എത്തിയപ്പോൾ ഒരു പ്രത്യേക രോഗം വന്നിട്ടാണ് പെൺകുട്ടി മരണപ്പെടുന്നുണ്ട്. വലിയ എഴുത്തുകാരനായിട്ടും ചേതൻ ഭഗത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ എഴുത്തുകളൊക്കെ കുറച്ച് മാറ്റിവെച്ചിട്ട് ആ പെൺകുട്ടിയുമായിട്ട് ഇനിയും സമയം ചെലവഴിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതത്രയും മനോഹരമായി മാറിയിരുന്നേനെയാണ്. നമ്മളും പലരെയും സ്നേഹിക്കാറുണ്ട്. ചിലപ്പോൾ അത് പേരന്റ് ലവ് ആയിരിക്കും, ചിലരോടുള്ള ആത്മാർത്ഥ പ്രണയമായിരിക്കും, സൗഹൃദങ്ങളായിരിക്കും, എന്തുമായിക്കോട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ ഉണ്ടാവുമ്പോൾ നമ്മളതൊക്കെ വഴിയിൽ കളഞ്ഞിട്ട് വരാറുണ്ട്. പക്ഷെ നമ്മൾ ഈ സ്നേഹിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവിടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒന്നും മറയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് മിസ്സാകുമ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ അവർ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നുവെന്നും നമ്മുടെ ലൈഫിൽ അവരുടെ റോൾ എന്തായിരുന്നുവെന്നും നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് കാണുന്നവരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും. നമ്മുടെ ലൈഫിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് അവിടെ ചേർത്ത് പിടിക്കാൻ പറ്റും.